ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷേ എത്ര വിരൽ ചൂണ്ടിയാലും എത്ര ചോദ്യം ചോദിച്ചാലും ചോദ്യമോ അങ്ങനെയല്ല. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് പറഞ്ഞതോ എഴുതിയതോ ഞാനല്ല. പക്ഷേ നമ്മളൊക്കെ സ്നേഹിച്ചുകൊണ്ടിരുന്ന, നമ്മുടെയൊക്കെ ഒരു ആരാധന കഥാപാത്രമായിരുന്ന ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ തന്റെ ജനഗണമന എന്നുള്ള ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗാണിത്. പക്ഷെ അത് എത്രത്തോളം അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത്രയും സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് സ്വന്തം സിനിമകളിലൂടെയും അല്ലാതെയുള്ള സാമുദായിക തലത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെയും പ്രശ്നങ്ങൾക്ക് അനുകൂലമായിട്ടും എതിരെയും എല്ലാം പോസ്റ്റ് ഇട്ടുകൊണ്ട് തന്റെ സാമൂഹിക പ്രതിബദ്ധത ഏതു നേരവും പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ, പക്ഷെ ഒരു സിനിമ എടുത്തപ്പോൾ ആ സിനിമയിൽ യാതൊരു രീതിയിലുള്ള സാമൂഹിക പ്രതിബദ്ധതയും കാണിച്ചിട്ടില്ല. അതിന്റെ ഫലമായിട്ട് അങ്ങനെ ഒരു സിനിമ അയാൾ ഇറക്കി വിടുന്നു. ആ സിനിമ ഇറക്കി വിട്ടതിന് ശേഷം പിറ്റേ ദിവസം മുതൽ പ്രബുദ്ധരായ കേരള ജനത, മലയാളികൾ ആ സിനിമയ്ക്കെതിരെ രംഗത്ത് വരുന്നു. അതിന്റെ ഫലമായിട്ട്, ആ ജനങ്ങളുടെ എതിർപ്പിന്റെ ഫലമായിട്ട് അവസാനം അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ശ്രീ മോഹൻലാൽ ആണെങ്കിൽ പത്മശ്രീയാണ്, ഭരത് ഭൂഷൺ എന്തോ ഉണ്ട്, ലെഫ്റ്റനന്റ് കേണലാണ്. ഇത്രയും രാജ്യം ഇത്രയൊക്കെ ബഹുമതികൾ കൊടുത്ത് ആദരിച്ചിട്ടുള്ള ശ്രീ മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് രാജ്യത്തിനെതിരാണോ അത് കേരളത്തിലെ ജനങ്ങൾക്കെതിരാണോ എന്ന് പോലും ചിന്തിക്കാതെ സിനിമയിൽ കയറി അഭിനയിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ രാജ്യം കൊടുത്ത ബഹുമതികളെല്ലാം തിരിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം അഭിനയിക്കുന്നത് ആ തരത്തിലുള്ള സിനിമകളിലാണ്. അവസാനം അദ്ദേഹം തെറ്റ് ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു മാപ്പപേക്ഷയും വന്നിട്ടുള്ളത്. ഇങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന മാപ്പപേക്ഷ കേരളത്തിലെ ജനങ്ങൾ 3-4 വർഷം കൊണ്ട് അഭിനയിച്ച ഒരു സിനിമയാണിത്. ആ സിനിമയുടെ തെറ്റ് മനസ്സിലാകുന്നത് റിലീസായിട്ട് 2-3 ദിവസം കഴിയുമ്പോഴാണോ ആ സിനിമയിലെ ഇത്രയും വലിയ മിസ്റ്റേക്കുകൾ ശ്രീ ഭരത് പത്മഭൂഷണും പത്മവിഭൂഷണും വേറെ എന്തൊക്കെയോ കുന്തങ്ങളും എല്ലാം ഉള്ള ശ്രീ മോഹൻലാൽ മനസ്സിലാക്കിയത് സിനിമ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴാണോ? സിനിമ 2020 മുതൽ സ്ക്രിപ്റ്റ് റെഡി ആയിട്ട് കേൾക്കുന്ന സമയത്തൊന്നും ഇദ്ദേഹത്തിന് ഇത് മനസ്സിലായില്ല. അവസാനം സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ദയവ് ചെയ്ത് മാപ്പാക്കണം എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ആരാണ് അംഗീകരിച്ചു കൊടുക്കുക ഈ മാപ്പ്? ഇദ്ദേഹം പറയുന്ന മാപ്പപേക്ഷ മോഹൻലാൽ എമ്പുരാൻ ടീമിന് മൊത്തം വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുകയാണ്: എന്റെ ഒരു സിനിമയും എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. തെറ്റേറ്റു പറയുന്നതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടെയുമാണ് എന്ന തിരിച്ചറിവോടുകൂടി അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള അപ്പോളജിയാണ് ശ്രീ മോഹൻലാൽ എമ്പുരാൻ ടീമിന് മൊത്തം വേണ്ടി ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. 10-40 വർഷത്തെ അഭിനയ പാരമ്പര്യത്തിന്റെ എക്സ്പീരിയൻസിന് നിറവിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും വലിയ തെറ്റ് സംഭവിക്കുന്നത്? വിദേശ യൂണിവേഴ്സിറ്റികളിൽ നടക്കം വലിയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പൃഥ്വിരാജ് സുകുമാരൻ എങ്ങനെയാണ് ഒരു തെറ്റ് സംഭവിക്കുന്നത്? ഇത് അറിഞ്ഞുകൊണ്ട് സംഭവിച്ചത് തന്നെയല്ലേ? ഇതിനെ ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 3-4 വർഷം എടുത്ത് 10-200 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമ ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല. ദിസ് ഈസ് എ പ്രീ പ്ലാൻഡ് തിങ്. ദിസ് ഈസ് എ പ്രീ പ്ലാൻഡ് അറ്റാക്ക് അഗൈൻസ്റ്റ് ഇന്ത്യ. അത് ഇന്ത്യയിലെ ജനങ്ങളോട് ഇങ്ങനെ ഒരു മാപ്പപേക്ഷ കൊണ്ട് മാത്രം ഇത്. അതുപോലെ തന്നെ ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നതനുസരിച്ചാണെങ്കിൽ പൃഥ്വിരാജ് സുകുമാരന്റെ IAS ബന്ധങ്ങളും എല്ലാം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന്റെ കാര്യവും ആന്റണി പെരുമ്പാവൂരിന്റെ കാര്യം എല്ലാവരുടെ കാര്യം വളരെ കഷ്ടത്തിലേക്ക് പോകും. ഏതായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായ അന്വേഷണം കാഴ്ചവെച്ച് ഇതിന്റെ പിന്നിലെ സത്യം പുറത്തേക്ക് കൊണ്ടുവരണം. കാരണം ശ്രീ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ജീവിക്കുന്നത് കേരളത്തിലാണ്. വർഗീയ ശക്തികളോട് എന്നും സന്ധി ചേരാത്ത കേരളത്തിന്റെ മണ്ണിൽ ഇതുപോലുള്ള സിനിമകൾ ഇറക്കിക്കൊണ്ട് അവർക്ക് സ്വസ്ഥമായിട്ട് തിയേറ്ററിൽ ഓടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചോ? 3 ദിവസത്തിൽ കൂടുതൽ ഇതുപോലുള്ള പടങ്ങൾ തിയേറ്ററിൽ ഓടില്ല. അതിനു മുമ്പ് കേരളക്കാർ തന്നെ അത് പൂട്ടിച്ചിരിക്കും
എന്നതിന്റെ കൃത്യമായ തെളിവാണ് എമ്പുരാനിൽ ഇത്രയും അധികം ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ അവർ തന്നെ നിർബന്ധിതരായതിന്റെ കാരണം. BJP ഇന്ത്യ ഭരിക്കുന്നിടത്തോളം കാലം ഒരു വർഗീയ ശക്തിക്കും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ചുവടുറപ്പിക്കാൻ സാധിക്കില്ല. അവരുടെ ഇതുപോലുള്ള പ്രചരണങ്ങൾ സിനിമ എന്ന മാധ്യമത്തിലൂടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നോക്കിയാൽ അതിനെതിരെ തടയിടാൻ ഇന്നിവിടെ ഒരു ഭരണകൂടമുണ്ട്. അത് ഏത് രീതിയിലും അത് തടയിടുക തന്നെ ചെയ്യും.